ഹരി ഓം തത്സത്. എല്ലാവർക്കും നമസ്കാരം. ഭക്തിയുടെ പേരിൽ ഈയിടെ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ ദേവതാ ദർശനം, സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചാരം എന്നിങ്ങനെയുള്ള നിറം പിടിപ്പിച്ച നുണക്കഥകൾ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ആത്മീയ മാർഗത്തിലുള്ളവർക്ക് ഇത്തരം കാര്യത്തിൽ ഒരു വ്യക്തത നൽകാമെന്ന് വിചാരിക്കുന്നു. മുൻജന്മത്തിൽ താനൊരു സ്ത്രീയായിരുന്നുവെന്നും പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നുവെന്നും പറഞ്ഞിട്ടുള്ള ഒരു യോഗി പറയുന്നത് സൂക്ഷ്മ ശരീരം കൊണ്ട് സ്പർശിക്കുവാനോ രുചിക്കുവാനോ സാധ്യമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഇത് വാസ്തവ വിരുദ്ധമാണ്. നമ്മുടെ സൂക്ഷ്മ ശരീരത്തിന് 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട്. കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക എന്നീ അനുഭവങ്ങളാണ് നമുക്ക് ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ നൽകുന്നത്. സൂക്ഷ്മ ശരീരം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന ശരീരത്തെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. 5 പ്രാണനുകൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 19 ഘടകങ്ങൾ ഉള്ളതാണ് സൂക്ഷ്മ ശരീരം. കാണുകയും കേൾക്കുകയും മണക്കുകയും ചെയ്യുന്ന സൂക്ഷ്മ ശരീരത്തിന് എങ്ങനെയാണ് രുചിക്കുവാനും സ്പർശിക്കുവാനും കഴിയാത്തത്? സൂക്ഷ്മ ശരീരത്തിലൂടെയുള്ള സഞ്ചാര അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരക്കാർ ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്നത്. എന്തായാലും അദ്ദേഹം എഴുതിയ ആത്മകഥയിലൂടെ ഒരുപാട് പേർ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്. വേറൊരു വ്യക്തി ഭഗവാൻ മുരുകൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മുരുകയുഗം തുടങ്ങി ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയൊരു യുഗം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വേദഗ്രന്ഥങ്ങളനുസരിച്ച് നമുക്ക് 4 യുഗങ്ങളാണുള്ളത്. കലി, ദ്വാപര, ത്രേത, സത്യയുഗങ്ങൾ. 12,000 വർഷങ്ങൾ കൂടുമ്പോൾ ഭൂമി ഉള്ള കാലത്തോളം ഈ യുഗങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വ്യാസമഹർഷി പറഞ്ഞ ഈ 4 യുഗങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി അറിയുവാൻ സ്വാമി ശ്രീ യുക്തേശ്വരഗിരി എഴുതിയ ഹോളി സയൻസ് എന്ന പുസ്തകം വായിച്ചാൽ മതിയാകും. സൂര്യൻ്റെ ഉദയാസ്തമനത്തെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ രാവും പകലും, ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും യുഗങ്ങളും കണക്കാക്കുന്നത്. അല്ലാതെ മുരുകൻ്റെ സഞ്ചാരത്തെ അടിസ്ഥാനമാക്കിയല്ല. ഇനി ഭഗവാന്റെ സ്വാധീനത്തെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭഗവാൻ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം ശ്രീകൃഷ്ണനും ശ്രീരാമനും ശിവനും ഗണപതിയും യേശുക്രിസ്തുവും അല്ലാഹുവും അവരുടെ അനുയായികൾക്കും വിശ്വാസികൾക്കും അത് വളരെ പ്രയാസമുണ്ടാക്കും. ഭാഗ്യവശാൽ ഇതെല്ലാം തെറ്റാണെന്ന് ആശ്വസിക്കാം. കുമാരികാണ്ഡത്തിലെ രാജാവായിരുന്നു മുരുകൻ എന്നാണ് അടുത്ത വാദം. കുമാരികാണ്ഡം പുനഃസ്ഥാപിക്കാൻ സമയമായി എന്നാണ് ഇത്തരക്കാർ പറഞ്ഞു വരുന്നത്. ഇത് രണ്ടും തെറ്റാണ്. കാരണം ഈശ്വരൻ്റെ ഇച്ഛയാൽ സമുദ്രത്തിലേക്ക് മുങ്ങിപ്പോയ ഭൂമിയുടെ ഒരു ഭൂഖണ്ഡം വീണ്ടും തിരിച്ചു വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പഴനിമലയിലെ ഭഗവാൻ മുരുകൻ്റെ നവപാഷാണ വിഗ്രഹത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ കാണുന്ന വിഗ്രഹത്തിന് യാതൊരു ചൈതന്യക്കുറവും ഇല്ല. പല പല കാരണങ്ങൾ കൊണ്ട് ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പിൻഭാഗത്തിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അണിമാസിദ്ധിയുള്ള ഭഗവാൻ മുരുകന് വിഗ്രഹത്തിൻ്റെ ചെറിയൊരു അംശത്തിലൂടെ പോലും നമ്മളെ പരിപൂർണമായി അനുഗ്രഹിക്കുവാൻ സാധിക്കും. പഴനിയിൽ ഇപ്പോഴുള്ള വിഗ്രഹത്തിൻ്റെ അടിയിൽ മറ്റൊരു സൂക്ഷ്മ വിഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം ഋഷിമാർ ഭഗവാന്റെ എല്ലാ വിഗ്രഹങ്ങളും ഉണ്ടാക്കുന്നത് സ്ഥൂല രൂപത്തിലാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് കാണുവാനും പ്രാർത്ഥിക്കുവാനുമാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. ഭാവിയിൽ പഴനിമലയിൽ പ്രതിഷ്ഠിക്കേണ്ട ഭഗവാൻ മുരുകൻ്റെ നവപാഷാണ വിഗ്രഹം ബോഗർ മഹർഷി രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തെക്കുറിച്ച് ഭഗവാൻ മുരുകൻ 2007 ഗുരുപൂർണിമയിൽ എന്നോട് പ്രകാരമാണ് പറഞ്ഞത്. താനിലെ താൻ നേരെ വിഴുമ്പോത് തൻ തലയെ താനേ തിരുവിനാൽ ഇന്ത തിരുവിയും കിടയ്ക്കും
എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ മറ്റ് അവകാശവാദങ്ങൾ തീർത്തും തെറ്റാണ്. ബോഗർ മഹർഷിയെക്കുറിച്ച് ഈയിടെ ഒരു താന്ത്രിക് ഉപാസകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ബോഗർ മഹർഷിക്ക് ആ പേര് വരാനായിട്ടുള്ള കാരണം അദ്ദേഹത്തിന് ഭോഗം ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് എന്നാണ്. മഹർഷിക്ക് ഭോഗം ചെയ്യാൻ ആഗ്രഹമുള്ളപ്പോൾ അദ്ദേഹം ചൈനയിലേക്ക് പോകാറുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബോഗർ മഹർഷിയെ പോലുള്ളവർ പ്രാണാപാന സംഭോഗത്താൽ പരമാനന്ദത്തിൽ ലയിക്കുന്നവരാണെന്ന് മനസ്സിലാക്കാത്തവരോട് എന്തു പറയാൻ. വേറൊരു മാസ്റ്റർ മനുഷ്യന് 7 സൂക്ഷ്മ ശരീരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനൊന്നും പേര് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹവും ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ഭാരതത്തിൽ കാലഹരണപ്പെട്ട ബുദ്ധൻ്റെ ധ്യാനം പൊടി തട്ടിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് ചിലർ. ആത്മാവും ഈശ്വരനും ഇല്ലെന്ന് പറഞ്ഞ പ്രവാചകനാണ് ബുദ്ധൻ. ആത്മാവും ഈശ്വരനുമില്ലെങ്കിൽ പിന്നെ എന്ത് ധ്യാനം? എന്തായാലും ആത്മീയ രംഗത്തുള്ളവർ പേരിനും പ്രശസ്തിക്കും പണത്തിനും വേണ്ടി സ്വന്തമായി ഉണ്ടാക്കിയ നുണകളും കെട്ടുകഥകളും ഒഴിവാക്കുക. കാരണം നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങളുടെ സമയവും പണവും നഷ്ടപ്പെടാതിരിക്കാൻ അത് ഉപകരിക്കും. മനുഷ്യൻ്റെ ശാന്തിക്കും സമാധാനത്തിനും ഏറ്റവും നല്ലത് ഈശ്വരനെ ധ്യാനിക്കലാണ്. ശാരീരികമായും മാനസികമായും ആത്മീയമായും ഉള്ള ഉന്നതമായ ജീവിതത്തിന് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകിയ ക്രിയായോഗ വിദ്യയാണ് ഏറ്റവും നല്ലത്. ക്രിയായോഗ പഠിക്കുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഹരി ഓം തത്സത്.